താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ കിരീടങ്ങളാ തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുക സദാസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ഏറനാളായി കാണാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ ഏറനാളായി കാണാൻ ആശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ തേജസ്സോടെ നാം കാണുന്ന നേരം തിരുമാറുടണഞ്ഞിടുമേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറുടണഞ്ഞിടുമേ ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി ഭൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തെ ഈ പകലിൽ സന്തോഷത്തോടെ
ഉയർത്തുവാൻ ലഭിച്ചതായ അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾ എത്ര വലിയതാണ്. സ്തോത്രം. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിന് എല്ലാ മഹത്വവും എല്ലാ സ്തുതിയും ഞാൻ അർപ്പിക്കുകയാണ്. സ്തോത്രം. താങ്ക് യു ജീസസ്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ ലഭിച്ചതായ വിലപ്പെട്ട അവസരങ്ങൾക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യത അർഹിക്കുന്നതായ വിഷയങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവവചനം നമുക്ക് ബലം തരുന്നതാണ്, ധൈര്യം നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്, വഴികാട്ടുന്നതാണ്, വിവിധ നിലകളിൽ നമ്മെ പരിപാലിക്കുന്നതാണ്. വിശുദ്ധ ദൈവ വഴികളിൽ നമ്മെ നടത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനത്തിന് വളരെയേറെ പ്രാധാന്യത നമുക്ക് നൽകുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുക്കമുള്ളവരാകാം. ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തെ അതിൻ്റെ ഗൗരവയോടും അതിൻ്റെ സത്യസന്ധതയോടും അതിൻ്റെ വിശ്വസ്തയോടും അതിൻ്റെ പരമാർത്ഥതയോടുകൂടെ ആ വചനത്തെ നമുക്ക് വഹിക്കുവാൻ, ചുമക്കുവാൻ, വചനത്തെ പരിപാലിക്കുവാൻ, വചനത്തെ അനുസരിക്കുവാൻ, വചനത്തിന് പ്രാധാന്യത കൊടുക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അതെ, ആമേൻ. സ്തോത്രം. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി ഇമ്പോർട്ടൻ്റായി കാത്തു സൂക്ഷിക്കേണ്ടതായ ഒന്നാണ് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആലോചന എന്നത്. ദൈവവചനവും ദൈവ ആലോചനയും ദൈവ സന്ദർശനവും ദൈവത്തിൻ്റെ ഗൈഡൻസുകളും ഇല്ലാതെ നമുക്കൊരു നിമിഷം പോലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം, ദൈവവചനത്തെ നമുക്ക് ആദരിക്കാം, ദൈവവചനത്തെ നമുക്ക് പഠിക്കാം, ദൈവവചനത്തെ നമുക്ക് ശ്രദ്ധിക്കാം, ദൈവവചനത്തെ നമുക്ക് പിന്തുടരാൻ നല്ല അവസരങ്ങൾ ദൈവം നമുക്ക് തരട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. നാം എങ്ങനെ ഈ ഭൂമിയിലെ ജീവിതം നയിക്കണം എന്നതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനവധിയായ കാര്യങ്ങൾ ദൈവവചനത്തിൽ, വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നാം വളരെയേറെ പ്രാധാന്യതയോടെ ഗൗരവയോടുകൂടെ കാണുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതായ വിഷയങ്ങളാണ്. സ്തോത്രം. എന്നാൽ പലപ്പോഴും ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയും അതിൻ്റെ മൂല്യവും തിരിച്ചറിയാതെ മനുഷ്യൻ അവൻ്റെ സമയങ്ങളിൽ വ്യർത്ഥമാക്കി കളയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവവചനത്തോടുള്ള ആർത്തിയും ദൈവവചനത്തോടുള്ള ആവേശവും ദൈവവചനത്തോടുള്ള ആത്മാർത്ഥതയും
ദൈവവചനത്തോടുള്ള ആ വിഷപ്പും ഒക്കെ പലപ്പോഴും മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനില്ലാതെയായിരിക്കുക. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. വെള്ളത്തിനായുള്ള ദാഹമല്ല, അപ്പത്തിനായുള്ള വിശപ്പുമല്ല, വചനത്തിനു വേണ്ടി വചനം കേൾക്കുവാനും വചനം പഠിക്കുവാനും വചനം പഠിക്കുവാനുമുള്ള വിശപ്പും ദാഹവും ആണ് ഞങ്ങൾക്കുള്ളത്. ഒരു കൂട്ടം ജനം പറയുകയാണ്. സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശപ്പും നമ്മുടെ ദാഹവും ദൈവവചനത്തിനു വേണ്ടിയും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയും ദൈവ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മാത്രമായിരിക്കണം. മറ്റൊരു ഭാഗത്ത് വചനം പറയുന്നു, മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഭാഗ്യവാന്മാരുടെ ഒരു വലിയ പട്ടിക നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. അതിൻ്റെ ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും, അവർ തൃപ്തന്മാരായി മാറും. അങ്ങനെ ഒരു വിശപ്പും ദാഹവും നമുക്കുണ്ടോ? നീതിക്കായിട്ടുള്ളൊരു വിശപ്പ്, നീതിക്കായിട്ടുള്ളൊരു ദാഹം. എന്താണ് നീതി എന്ന് പറയുന്നത്? നീതി എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പും ദൈവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹവും നമുക്കുണ്ടാകുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ദൈവത്തിന് വേണ്ടി എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതാണ് നമ്മുടെ വിശപ്പ്. ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ വിശക്കണം. അവൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ദാഹമുള്ളവരായി മാറണം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ടും ഒരു തികഞ്ഞ ദാഹം നമുക്കുണ്ടാകും. ഒരു തികഞ്ഞ ആത്മഭാരം, തികഞ്ഞ വിശപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ വിശന്ന് ദാഹിക്കുന്നവർ എന്ത് സംഭവിക്കുമെന്നാണ് വചനം പറയുന്നത്? അവർ തൃപ്തന്മാരാകും, അവർക്ക് തൃപ്തി വരും. എന്താണ് ജീവിതത്തിൽ തൃപ്തി വരാത്തതിന്റെ കാരണം? ഒരു കാര്യം ചെയ്തിട്ടും തൃപ്തിയില്ല, ഒരു കാര്യങ്ങളിലും തൃപ്തി ഉണ്ടാകുന്നില്ല. സ്തോത്രം. ഇവിടെ വചനം പറയുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകും. ഒരു മനുഷ്യനും ഒരു കാര്യങ്ങളിലും തൃപ്തരല്ല, ഒരു കാര്യങ്ങളിലും തൃപ്തരാകാൻ ആർക്കും കഴിയുന്നില്ല. സ്തോത്രം. ജോലി ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കി വലിയ വീട് വെച്ചു, തൃപ്തിയില്ല. വാഹനം വാങ്ങിച്ചു, തൃപ്തിയില്ല. വിവാഹം കഴിച്ചു, തൃപ്തരാകുന്നില്ല. തലമുറകളുണ്ടായിട്ടും തൃപ്തരാകുന്നില്ല. അങ്ങനെ അനവധി ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പ്രാപിച്ചു, എല്ലാം പ്രാപിക്കുന്നു, പക്ഷെ തൃപ്തി വരുന്നില്ല. എന്താണ് കാരണം? നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചിട്ടില്ല. ഏറ്റവും നിനക്ക് തൃപ്തി വരുന്ന കാര്യം നീ ദൈവത്തെ നന്നായിട്ട് അറിയുക എന്നുള്ളതാണ്. നീ ദൈവത്തെ നന്നായി ആരാധിക്കുക എന്നുള്ളതാണ്. നീ ദൈവത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നീ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യത കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവകാര്യങ്ങൾക്കകത്ത് പ്രാധാന്യത, ദൈവവിഷയത്തിനകത്ത് നിനക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല എങ്കിൽ നിനക്ക് തൃപ്തി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത് പ്രിയപ്പെട്ടവരെ, ആരും തൃപ്തരാകുന്നില്ല, ആർക്കും തൃപ്തി വരുന്നില്ല.
സ്തോത്രം. Thank you, Jesus. വളരെ പ്രാധാന്യതയോടെ, വളരെ ഗൗരവതയോടുകൂടെ നാം ചിന്തിക്കേണ്ട, വളരെ ഗൗരവതയോടുകൂടെ കാണേണ്ട ഒരു വിഷയമാണ് തൃപ്തി എന്ന് പറയുന്നത്. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായ ആ തൃപ്തി, സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. നാം ദൈവത്തെ ആഴമായി തിരിച്ചറിയുക, ദൈവത്തെ ആഴമായി മനസ്സിലാക്കുക, ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവകാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, ദൈവത്തെ ആഴമായി മനസ്സിലാക്കുക. അങ്ങനെ തിരിച്ചറിയുന്ന ഒരുവന്റെ ജീവിതത്തിൽ അവൻ സമ്പൂർണ്ണ തൃപ്തനായി. അവന് സമ്പൂർണമായൊരു തൃപ്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. Praise the Lord. Hallelujah. സ്തോത്രം. Hallelujah. അതുകൊണ്ട് ഈ വചനം നാം മറക്കരുത്. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തന്മാരായി മാറും. അവർക്ക് തൃപ്തി വരും. തൃപ്തി വരുത്തുന്ന ഒരു ദൈവം. ദൈവകാര്യങ്ങൾക്കകത്ത് ഏതെല്ലാം വിധത്തിൽ ദൈവിക വിഷയങ്ങൾക്ക് നീ പ്രാധാന്യത കൊടുക്കുന്നു, ദൈവിക വിഷയങ്ങൾക്ക് നീ മുൻതൂക്കം കൊടുക്കുന്നു, അങ്ങനെയുള്ളവനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവർ തൃപ്തി പ്രാപിക്കും. ആരാണ് തൃപ്തി പ്രാപിക്കുന്നത്? നീതിക്കായിട്ട് വിശന്ന് ദാഹിക്കുന്നവർ. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ലോകത്തിന്റെ നീതിയല്ല, രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, ലോകത്തിന്റെ മതസംഘടനകൾക്ക് വേണ്ടി, ലോകത്തിന്റെ മറ്റ് ഇതര മാർഗങ്ങൾക്ക് വേണ്ടി, ലോകത്തിലെ ഇതര വിഷയങ്ങൾക്ക് വേണ്ടി വിശക്കുന്നവരുണ്ട്, ദാഹിക്കുന്നവരുണ്ട്. പ്രശ്നപരിഹാരം ഉണ്ടാകണം, സമരം നടത്തി, സത്യാഗ്രഹം നടത്തി നീതി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അതൊന്നും പൂർണ്ണ തൃപ്തി വരുത്തുന്ന വിഷയമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല. പൂർണ്ണമായ തൃപ്തി, പൂർണ്ണമായ സംതൃപ്തി ഒരു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ദൈവത്തെ പൂർണ്ണമായി തിരിച്ചറിയുന്നവനായി മാറണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പൂർണ്ണമായി തിരിച്ചറിയുകയും ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കുകയും ദൈവത്തോട് പൂർണ്ണമായി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പൂർണ്ണമായി പിൻപറ്റുകയും ദൈവവഴിയിൽ നടക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവഭയത്തിൽ ജീവിക്കുകയും എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന് പ്രാധാന്യത ഏറ്റവും അധികം കൊടുക്കുന്ന ഒരുവന്റെ ജീവിതമാണ് തൃപ്തിയുള്ളത്. അവന്റെ ജീവിതമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവനെ കുറിച്ചാണ് വചനം പറയുന്നത്. അവർ തൃപ്തന്മാരായിത്തീരും, അവർക്ക് തൃപ്തി വരും. അത് നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കാം, തീരുമാനിക്കാം. എനിക്ക് തൃപ്തിയുള്ളൊരു ജീവിതം ഉണ്ടാകണം. തൃപ്തിപരമായൊരു ജീവിതം നയിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എങ്ങനെ എനിക്ക് തൃപ്തിയുള്ളൊരു ജീവിതം നയിക്കുവാൻ കഴിയും? എങ്ങനെ എനിക്ക് തൃപ്തി ലഭിക്കും? എങ്ങനെ ഞാൻ സംതൃപ്തനായിട്ട് മാറും? ഒറ്റ വിഷയങ്ങളുള്ളൂ. ദൈവത്തെ കൂടുതൽ അറിയുക, ദൈവത്തോട് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുക. ദൈവം നിന്നെ തൃപ്തനാക്കി മാറ്റും, ദൈവം നിന്നെ സംതൃപ്തനാക്കി മാറ്റും. അതിന് യാതൊരു സംശയവുമില്ല. തൃപ്തിയുള്ളൊരു ജീവിതം നയിക്കുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദൈവവഴിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് വരിക, ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമയം ചിലവിടുക, ദൈവത്തിന് വേണ്ടി മാത്രമായി വേർതിരിയുക. അങ്ങനെ ഒരാളായിട്ട് നീ മാറിയാൽ നിന്റെ ജീവിതം തൃപ്തിയുള്ളതായി മാറും. ഈ ലൈവിലൂടെ, ഈ മെസ്സേജിലൂടെ എനിക്കിന്ന് കൈമാറുവാനുള്ള ഒരു വിഷയം, ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റുക, ദൈവത്തെ പൂർണ്ണമായി ആരാധിക്കുക, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുക, ദൈവത്തെ പൂർണ്ണമായി ഭയപ്പെടുക, ദൈവവഴിയിൽ മാത്രം ജീവിക്കാൻ തയ്യാറാകുക. സ്തോത്രം. അങ്ങനെയുള്ള ഒരാളായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒറ്റ വചനം,
നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയുള്ള ഒരാളായിട്ട് മാറാൻ ഒറ്റ വഴി കർത്താവിനെ വിശ്വസിക്കുക, കർത്താവിനെ ആരാധിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുത്തെ വഴികളിൽ നടക്കുക. അതിനുവേണ്ടി ഇന്ന് പകൽ ഒരുക്കമുള്ളൊരു മനസ്സിൽ ഒരുക്കമുള്ളൊരു ജീവിതവും എനിക്ക് തരണമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാൻ ദൈവം ഇന്ന് പകൽ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ ഈ സന്ദേശം കൂടി അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നിശ്ചയമായും ഈ അനുഗ്രഹം, ഈ മെസ്സേജ് ഒരു അനുഗ്രഹമാകും, ഒരു വിടുതലാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേ മറക്കരുത്, തൃപ്തിയുള്ളവരാകുക, സംതൃപ്തരായി മാറുക. അതിനായി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക.